എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ അടുക്കളയിലൊക്കെ പാത്രങ്ങൾ എടുക്കാനും അതുപോലെ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന കിച്ചൺ ടവലുകൾ വൃത്തിയാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അതിന് ഭയങ്കര ഒരു സ്മെല്ലൊക്കെ വരാറുണ്ട്, അതുപോലെ കറകളൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കിച്ചൺ ടവലുകൾ എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇത് ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന 2 കിച്ചൺ ടവലുകളാണ്. ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഇതിൽ അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ട്, കറകൾ പോലെ പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊരു സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വൃത്തിയാക്കാനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു മാജിക് വെള്ളമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മാജിക് വെള്ളം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ ഈ വെള്ളം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ടവലുകളാണോ മുക്കി വയ്ക്കാനുള്ളത് അതനുസരിച്ച് വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിന്ന് ഒരു ടവലാണ് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിനാഗിരി നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ തുണികളൊക്കെ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിലുള്ള സ്മെല്ലുകളൊക്കെ നന്നായിട്ട് പോവും. അപ്പോൾ എത്ര ഭയങ്കരമായ ദുർഗന്ധം ഉണ്ടെങ്കിൽ പോലും വിനാഗിരി ഉപയോഗിച്ച് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ദുർഗന്ധമൊക്കെ പോവും. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് അപ്പക്കാരം സോഡാപ്പൊടി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഈ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി നമ്മൾ വാഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കിച്ചൺ ടവൽ ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. മിനിമം 1 മണിക്കൂർ നേരമെങ്കിലും ഈ ടവൽ ഇതിൽ മുക്കി വെക്കണം. എന്നാലേ ഇതിലെ അഴുക്കുകളും കറകളും എല്ലാം പോയി നല്ല ക്ലീനായി വരുള്ളൂ. മാത്രമല്ല ഇതിൽ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ലും പോയി കിട്ടും. ഇനി ഇത് നന്നായിട്ട് 1 മണിക്കൂർ നേരം മുക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് ഉണക്കിയ ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ കിച്ചൺ ടവലിൽ കുറച്ചും കൂടെ നല്ലൊരു സ്മെല്ല് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കുറച്ച് എസൻഷ്യൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു 2-3 തുള്ളി എസൻഷ്യൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കിച്ചൺ ടവലിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് കിച്ചൺ ടവലുകൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.